അപ്പോൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞാണല്ലോ. ഞാൻ എൻ്റെ ആവശ്യത്തിന് വേണ്ടി ഒരു വണ്ടി വാങ്ങിച്ചിട്ട് ഒരാൾക്ക് പൈസ ആണെങ്കിലും ഫ്രീ ആണെങ്കിലും കൊടുക്കാൻ പാടില്ല എന്ന്. അതിൻ്റെ RC ബുക്കിൽ ആരെ പേരാണുള്ളത് അയാൾ മാത്രമേ ആ വണ്ടി ഓടിക്കാവൂ. അല്ലാതെ ആരുടെയെങ്കിലും കൈ വെച്ച് കണ്ടു കഴിഞ്ഞാൽ പിഴ ഈടാക്കുമെന്നാണ്. മിക്കുള്ള വീടുകളിലും ചിലപ്പോൾ ഒരു സ്കൂട്ടി കാണും, അല്ലെങ്കിൽ ഒരു കാറൂടെ കാണും. അത് ഇവർ പറയുന്ന നിയമം വെച്ചാണെങ്കിൽ 4 പേരുള്ളൊരു വീടാണെങ്കിൽ മിനിമം 4 സ്കൂട്ടർ വേണം. കാറുണ്ടെങ്കിലും അതേപോലെ 4 കാറുണ്ടെങ്കിലും, ഇപ്പോൾ എൻ്റെ കാറ് എനിക്ക് എന്തെങ്കിലും അസുഖം വന്ന് ആശുപത്രി കൊണ്ട് പോകണം എങ്കിൽ ഞാൻ തന്നെ ഓടിച്ചോണ്ട് പോകണം. വേറെ സ്വന്തം ക്യാഷ് എടുത്ത് നമ്മൾ വാങ്ങിക്കുന്ന വണ്ടി നമ്മുടെ ബന്ധുക്കോ കൂട്ടുകാർക്കോ കൊടുക്കേണ്ട അധികാരം നമുക്കില്ലെന്ന് പറയുന്നതിനെക്കാട്ടി കൂടുതൽ വലിയൊരു തെണ്ടിത്തരം വേറെ ഇല്ല. ഭാഗ്യത്തിന് വണ്ടി അമ്മ അസുഖം കൂട്ട് അമ്മയുടെ പേരിലൊന്നും എടുത്തില്ല. എങ്കിൽ പിന്നെ എനിക്കിപ്പോൾ പണി കിട്ടിയേനെ. അമ്മേനെ ഓടിപ്പിച്ചിട്ട് ഞാൻ ബേക്കിൽ ഇരിക്കേണ്ടി വന്നേനെ. കൂട്ടുകാരൻ എൻ്റെ അടുത്ത് അത്യാവശ്യത്തിന് ഒരു വണ്ടി ചോദിച്ചു. അപ്പോൾ ഞാൻ കൊടുത്തില്ലെങ്കിൽ ആ ഒരു നമ്മുടെ തമ്മിലുള്ള ബന്ധം അവിടെ തീരുകയാണ്. അപ്പോൾ ഈ ഒരു നിയമത്തിന് കുറച്ച് കുത്തിത്തിരിപ്പ് വശങ്ങൾ ഇവിടെയൊക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യമായിട്ട് ഇപ്പോൾ നമ്മൾ വീടിന് തന്നെ അടുത്ത ആരെങ്കിലുമൊക്കെ വയ്യാതായി അമ്മേനെ ആശുപത്രി കൊണ്ടുപോകാൻ കാറൊന്ന് കൊടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കില്ല എന്ന് പറയാനേ നിർവാഹമുള്ളൂ. കൊല്ലം എന്നുള്ള ജില്ല തന്നെ ഇനി കാണാൻ ചാൻസ് ഇല്ല. അപ്പം ഒരു ലേസിന് വേണ്ടി മറ്റേ പരിപാടിക്കും എല്ലാം അടികൊള്ളുന്ന ടീമാണ്. ഇനിയിപ്പോൾ അവിടെ അടിയ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൊരു കാര്യമാണ് വണ്ടി ചോദിച്ചാൽ കൊടുത്തില്ലെന്നുള്ളത്. പിന്നെ